നാടിനെ വിളിച്ചുണർത്തിയിരുന്ന സൈറൻ അവസാന ചൂളം വിളിയോടെ നിശബ്ദമായി. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിക്ക് അവസാന ചൂളം വിളിയോടെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ സൈറൻ പ്രവർത്തനം നിർത്തി. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് സൈറൻ നിർത്തലാക്കിയത്. പൊതുജനങ്ങൾക്ക് സമയമറിയുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പാടാക്കിയിരുന്ന സൈറൻ സംവിധാനമാണ് ഇല്ലാതായത്. 1979 നഗരസഭ രൂപീകരിച്ചതു മുതൽ കൊടുങ്ങല്ലൂരിൽ സൈറൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ദിവസം 4 തവണ സൈറൻ മുഴങ്ങിയിരുന്നു. അക്കാലത്ത് സൈറൻ ജനജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പോകെ പോകെ സൈറൻ ചടങ്ങായി മാറി. ഏറെ വർഷങ്ങളായി രാവിലെ 6 മണിക്ക് മാത്രമാണ് സൈറൻ മുഴങ്ങുന്നത്. നൈറ്റ് വാച്ച്മാന്റെ ഡ്യൂട്ടി ചെയ്യുന്ന നഗരസഭ കണ്ടിജൻസി ജീവനക്കാരനാണ് സൈറൻ മുഴക്കുന്നതിന്റെ ചുമതല. 1979 കൊടുങ്ങല്ലൂർ നഗരസഭ രൂപീകൃതമായ കാലം തുടങ്ങിയുള്ള നടപടിയാണിത്. ആദ്യകാലങ്ങളിൽ രാവിലെ 6 മണി, 9 മണി, ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 5, രാത്രി 8 അങ്ങനെ 5 സമയങ്ങളിലാണ് സൈറൻ അടിച്ചിരുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് രാവിലെ 6 മണിക്ക് മാത്രമേ അടിക്കാറുള്ളൂ. സർക്കാർ ഉത്തരവ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി മാഡവും സെക്രട്ടറി സമീറ മാഡവും നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ ഈ നടപടി അവസാനിപ്പിക്കുകയാണ്. നഗരസഭയിലെ വർക്കർ ഏജൻറ്റിൻ്റെ ഭാഗമായിട്ട് നൈറ്റ് വാച്ച്മാൻ ഡ്യൂട്ടി ചെയ്യുന്ന കണ്ടിജൻ്റ് വർക്കേഴ്സാണ് ഈ ജോലി നിർവഹിച്ചിരുന്നത്. കോടതി നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവിലൂടെ സൈറൻ നിശബ്ദമാകുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ അടയാളം കൂടിയാണ് മാഞ്ഞുപോകുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.